ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആദർശകനെ അനന്തപുരിയുടെ പടി ഇറങ്ങിയിരിക്കുകയാണല്ലോ. ആദർശിന്റെ നിരപരാധിത്വം തെളിയിക്കാനും മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആരാണെന്ന് കണ്ടെത്താനുമായിട്ട്. അങ്ങനെ ആദർശ ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്തുകയാണ് കേട്ടോ. നന്ദുവിന്റെ സഹായത്തോടു കൂടിയാണ് കണ്ടെത്തുന്നത്. അങ്ങനെ ഗ്രീനയിൽ നിന്ന് സത്യങ്ങളൊക്കെ അറിയാണ്. AN ജ്വല്ലറിക്ക് വേണ്ടിയിട്ടും ഡേവിഡിന് വേണ്ടിയിട്ടുമാണ് താൻ ഇത് ചെയ്തതെന്ന് ഗ്രീന പറയുകയാണ്. ആ വിവരം സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയെ അറിയിക്കുകയും അങ്ങനെ ആ ഡീല് തിരിച്ചു കിട്ടുകയും ചെയ്യുകയാണ് ആദർശിന്. ചതിയിലൂടെ ഡീല് സ്വന്തമാക്കാൻ ശ്രമിച്ച AN ജ്വല്ലറി അവർ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ശേഷം ആദർശിന് തന്നെ സംശയം തോന്നുകയാണ്, ജ്വല്ലറിക്ക് അകത്തു നിന്ന് തന്നെ ഒരു ചതിയുണ്ടെന്നും ആരോ AN ജ്വല്ലറിയെ സഹായിക്കുന്നുണ്ടെന്നും. അത് അവന്തികയാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ അവന്തികയും നാഗേന്ദ്രയും പൊക്കുകയും ചെയ്യാണ്. അവരെ മുത്തശ്ശൻ്റെ മുമ്പിൽ ഹാജരാക്കി ആദർശ നിരപരാധിത്വം തെളിയിക്കുമ്പോഴേക്കും മുത്തശ്ശൻ ആദർശിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് നേരെ മുംബൈയിലേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ട് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ ആളുകളെ വിളിക്കുന്നുണ്ട് കേട്ടോ ആദർശ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അന്ന് ആ ഡീല് ഞങ്ങൾക്ക് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നെ ആരോ ചതിയിൽപ്പെടുത്തിയതാണ്. AN ജ്വല്ലറിക്കാരാണോ അത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ആരോ എനിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി തന്ന് ഉറങ്ങിപ്പോയതാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് അവിടെ സമയത്ത് എത്താൻ പറ്റാതിരുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ക്ലിയർ ആയിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് ആ ഒരു നിമിഷത്തെ വ്യത്യാസത്തിന് AN ജ്വല്ലറിക്ക് ആ ഡീല് കൊടുത്തില്ലേ നിങ്ങളെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് മൂർത്തീസ് ജ്വല്ലറിയുമായി ഒരു ഡീല് നടത്തണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പാരമ്പര്യവും പരിശുദ്ധിയുള്ള സ്വർണം നേരായ രീതിയിൽ വിൽക്കുന്ന നിങ്ങൾക്ക് അതിൻ്റെതായ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ നയനാസ് കളക്ഷനിലെ ഡിസൈനുകളെല്ലാം ഒന്നിനൊന്നിന് മെച്ചവുമാണ്. പക്ഷേ ആ സമയത്ത് പ്രസൻറ്റ് ചെയ്യാൻ ആ സമയത്ത് ആദർശം എത്താതിരിക്കുമ്പം പിന്നെ അതിൻ്റെ താഴെ നിൽക്കുന്ന AN ജ്വല്ലറിക്കല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യണം? ബിസിനസ്സിൽ നെറുകേട് കാണിച്ച് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്ക് ഒരു പരിചയമില്ല. അങ്ങനൊന്നും നേടാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒന്നും നേടാനും ഒരു ഡീലും കൊടുക്കാനും ഒന്നും ഇഷ്ടപ്പെടാത്തവരാണ്. അതുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന മറ്റുള്ളവരെ അവിടെ പരിഗണിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആദർശന് ഇങ്ങനെ ഒരു ചതി പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും എന്നെ ആരോ ചതിച്ചതാണ്. നിങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ ഒരു സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടി, ഗ്രീന എന്നാണ് എന്നോട് പേര് പറഞ്ഞത്, ആ പെൺകുട്ടി എന്നെ വന്ന് ട്രീറ്റ് ചെയ്തതും എനിക്ക് ജ്യൂസൊക്കെ കൊണ്ടു തന്നതും. പക്ഷേ പിറ്റേ ദിവസം മുതൽ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ആ ജ്യൂസിൽ എന്തോ കലകി തന്ന് എന്നെ ചതിച്ചതാ. ആ പെൺകുട്ടി നിങ്ങളുടെ സ്റ്റാഫ് തന്നെ ആയിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അല്ല, അത് നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതല്ലേ. ഗ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഞങ്ങളുടെ സ്റ്റാഫേ അല്ല. ഞങ്ങൾ അങ്ങനെ ഒരാളെ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുമില്ല. അവിടെ വരുന്ന ബിസിനസ്സുകാർക്കും ജ്വല്ലറിക്കാർക്കും ഒക്കെ സ്വന്തമായിട്ടുള്ള അക്കോമഡേഷനൊക്കെ ആയിരുന്നു, അല്ലാതെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് തീർത്തും ഒരു ചതി തന്നെയായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ആ ഡീല് നഷ്ടപ്പെട്ടത് വഴി, ഞങ്ങൾക്ക് അർഹതപ്പെട്ട ആ ഡീല് നഷ്ടപ്പെട്ടത് വഴി ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടവും ഞങ്ങളുടെ ജ്വല്ലറിയുടെ ഓഹരികളുടെ മൂല്യം ഇടിയും എല്ലാം ചെയ്യുകയായിരുന്നു ചെയ്തത്. ഇതിൻ്റെ പിന്നിലെ AN ജ്വല്ലറിക്കാരാണെന്നാണ് തോന്നുന്നത്. കുറച്ച് നാളുമായിട്ട് ഞങ്ങളുമായിട്ട് അവർക്ക് നല്ല ശത്രുതയായിരുന്നു. അതിൻ്റെ പേരിൽ ദുബായിലും നാട്ടിലൊക്കെ ഒരുപാട് കളികൾ അവർ കളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർ പറയാണ്, തീർച്ചയായും നിങ്ങളുടെ സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസൊക്കെ കിട്ടില്ലേ അവിടെ പോയി? ആ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തൂ. ആരാണ് നിങ്ങളെ ചതിച്ചതെന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. പോലീസിലൊരു കേസുമൊക്കെ കൊടുക്കുക. അതിൻ്റെ എല്ലാ റിപ്പോർട്ടുമായിട്ട് വന്നാൽ നമുക്ക് ഈ ഡീലിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കാം എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കുറച്ച് വർഷത്തേക്കുള്ളൊരു ഡീലല്ലേ ഇത്, അതുകൊണ്ട് തന്നെ അവർക്കത് ആ ഡീല് ഞങ്ങൾക്ക് റദ്ദാക്കാനൊക്കെ പറ്റും എന്ന് പറയണേ. ഇനിയിപ്പോൾ AN ജ്വല്ലറിക്കാർ ചതിയിലൂടെയാണ് ആ ഡീല് നേടിയെടുത്തതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റദ്ദാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി എപ്പോഴും നേരായ മാർഗത്തിലൂടെ മാത്രമേ ഉള്ളൂ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇതൊരു ചതിയിലൂടെയാണ് അവർ AN ജ്വല്ലറിക്കാർ നേടിയെടുത്തതെങ്കിൽ അത് ഞങ്ങൾ റദ്ദാക്കുക തന്നെ ചെയ്തോളാം. അതുകൊണ്ട് നിങ്ങളുടെ നിരപരാധിത്വം ആദ്യം തെളിയിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ ആദർശ് എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ എൻ്റെ നിരപരാധിത്വമൊക്കെ തെളിയിച്ച് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. അപ്പം ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവരുതെന്ന് പറയാണ്. അവർ ഓക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ആദർശ് മുംബൈയിലെത്തുകയാണ്. ആ താമസിച്ച ഹോട്ടലിലെ CCTV വിഷ്വൽസ് ഒക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ പറയുന്നുണ്ട്, ഇങ്ങനൊരു പെൺകുട്ടിയെ അവിടെ കണ്ടിരുന്നു, പക്ഷേ അത് ആരുടെ സ്റ്റാഫാണെന്നൊന്നും അറിയില്ല. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർ അങ്ങനെ ഒരു അക്കോമഡേഷനോ അങ്ങനെ ഒരു ഫെസിലിറ്റിയോ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ വിഷ്വൽസ് നിങ്ങൾക്ക് തരാം. അത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റുമെങ്കിൽ കണ്ടെത്തിക്കോളാൻ പറയാണ്.
അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊരു മലയാളി പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് തന്നെയായിരിക്കും, അല്ലാതെ മറ്റൊരിടത്തും അല്ല, US-ൽ സ്ഥിര താമസമാണെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഗ്രീന എന്നാണ് പേര് പറഞ്ഞത്. പക്ഷേ അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ പെൺകുട്ടി US-ലൊന്നും ആയിരിക്കില്ല. കാരണം സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ സ്റ്റാഫ് അല്ലായിരുന്നു. പിന്നെ AM ജ്വല്ലറിക്കാരോ മറ്റാരെങ്കിലോ ഏർപ്പാട് ചെയ്തതാണെങ്കിൽ ഒരു മലയാളി പെൺകുട്ടി തന്നെയായിരിക്കും കേരളത്തിൽ സ്ഥിര താമസമാക്കിയിട്ടുള്ളവർ. അതുകൊണ്ട് ആ ഫോട്ടോയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ച് കാര്യങ്ങളിലേക്ക് നീങ്ങാമല്ലോ എന്ന് പറയാം. അങ്ങനെ CCTV വിഷ്വൽസ് എല്ലാം അയച്ചു കൊടുക്കുകയാണ് ആദർശിന്. അപ്പോൾ ആദർശ് നോക്കുമ്പോൾ ആ പെണ്ണെ മനസ്സിലായി കഴിയുമ്പം ഇനിയിപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടണമെങ്കിൽ കേരള പോലീസിൻ്റെ സഹായം തന്നെ വേണമല്ലോ എന്ന് ആദർശ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദർശ് ആ വിഷ്വൽസ് എല്ലാം നന്ദുവിന് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട്, നന്ദു എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ഇത് ഗ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്, അങ്ങനെയാണ് അവൾ പേര് പറഞ്ഞത്. യഥാർത്ഥ പേരാവാൻ യാതൊരു വഴിയില്ല. പക്ഷേ ഇവള് കേരളത്തിൽ എവിടെയോ ഉണ്ട്, മലയാളിയാണ്. പക്ഷേ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പാലക്കാട് എന്നാണ് സ്ഥലം പറഞ്ഞത്. ഈ വിഷ്വൽസ് വെച്ച് ഈ പെൺകുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കേരള പോലീസിന് സാധിക്കില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ തീർച്ചയായിട്ടും അത് സാധിക്കും. ഇത്രയും നല്ലൊരു വിഷ്വൽസ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ആ പെൺകുട്ടി എവിടെയുള്ളതാണെന്നും അവളുടെ ഉദ്ദേശം എന്തായിരുന്നും നമുക്ക് കണ്ടെത്താൻ പറ്റുമോ ആദർശേട്ടാ? ആദർശേട്ടൻ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരി, ഞാനിപ്പോൾ മുംബൈയിലാണ്, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ സഹായം വേണം, നന്ദു ആ പെൺകുട്ടിയെ കണ്ടെത്തി തരണം എന്ന് പറയാം. നന്ദു പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ അന്വേഷിക്കാം, ഈ വിഷ്വൽസ് നമ്മുടെ സ്റ്റേഷനുകളിലേക്കെല്ലാം കൊടുക്കാം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാം, അങ്ങനെ ആ പെൺകുട്ടിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയണം. അങ്ങനെ നന്ദു ചെയ്യാണ് കേട്ടോ. ആ വിഷ്വൽസ് എല്ലാം പരിശോധിക്കുകയും ആ വിഷ്വൽസ് മറ്റുള്ള സ്റ്റേഷനുകളിലും അതുപോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒക്കെ പോസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അക്കൗണ്ടുകളിൽ നിന്നൊക്കെ കിട്ടുകയാണ് കേട്ടോ. ഫേസ്ബുക്കിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും മറ്റുമൊക്കെ കിട്ടുകയാണ്. ഇതെല്ലാം നന്ദു പരിശോധിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരം, ഗ്രീന എന്ന് പറയുന്ന ആ പെൺകുട്ടിയെക്കുറിച്ചിട്ടുള്ള വിവരം കിട്ടുകയാണ്. അവൾ കേരളത്തിൽ തന്നെ പാലക്കാട് തന്നെയുള്ളൊരു പെൺകുട്ടിയാണ് എന്നും കുറച്ചൊക്കെ ഫ്രോഡ് താരങ്ങളുണ്ടെന്നും പഠിത്തത്തിനൊക്കെ ശേഷം ഒരു തൊഴിലന്വേഷകയും മോഡലും ഒക്കെ ആയിട്ട് നടക്കുകയാണെന്നും മയക്കുമരുന്ന് പോലെയുള്ള പല റാക്കറ്റിൻ്റെ പിറകിലൊക്കെ ഉള്ള ആളാണ്, അത്ര നല്ല പന്തിയല്ല അവളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്നും അറിയണം. അങ്ങനെ അറിഞ്ഞതിന് ശേഷം അവളിപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാണ്. അപ്പോൾ ഏത് ജ്വല്ലറിയിലാണെന്ന് അന്വേഷിച്ച് കഴിയുമ്പം ജ്വല്ലറിയിൽ കേരളത്തിലെ ഒരു സ്ഥലത്ത് സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ് അതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നന്ദു ആദർശിനെ അറിയിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അപ്പോൾ ജ്വല്ലറിക്കാരുടെ പണി തന്നെയായിരുന്നു, അവരുടെ സ്റ്റാഫ് തന്നെയായിരുന്നു ഈ പെൺകുട്ടി. ഒരു പക്ഷേ അവളെ ഭീഷണിപ്പെടുത്തിയായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യിച്ചത്, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി അവൾ ചെയ്തതായിരിക്കും. എന്തായാലും അവളെ പിടിക്കണം, ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടെന്നും എന്നെ ചതിച്ചതാണെന്നും ഉള്ളതിന് വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയെ ഇത് അറിയിക്കുകയും വേണമെന്ന് പറയണം. അപ്പോൾ നന്ദു പറയണം, തീർച്ചയായും ആദർശേട്ടാ ഞാൻ സഹായിക്കാം, നമുക്ക് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയണം. അങ്ങനെ അവളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് തിരയുന്നത് കണ്ടിട്ട് തന്നെ നാഗേന്ദ്രയും അതുപോലെ അവന്തികയും കൂടെ സംസാരിക്കാനാണ്. അപ്പോൾ അവന്തിക നാഗേന്ദ്രയോട് പറയാം, കണ്ടോ, ആദർശിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എനിക്ക് സന്തോഷമായതാ, എന്തായാലും ആദർശിൻ്റെ ആ പൊസിഷനിൽ എനിക്കൊന്നും ഇരിക്കാൻ പറ്റിയല്ലോ. പക്ഷേ ഇതേ ഇപ്പോൾ കണ്ടോ അച്ഛൻ, അവൻ മുംബൈ പോയി ആ ഡീറ്റെയിൽസും ആ CCTV വിഷ്വൽസും എല്ലാം എടുത്തിട്ട് ഗ്രീനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും തേടിയിരിക്കുക. അവനെ സഹായിക്കാൻ അവൻ്റെ ഭാര്യയുടെ അനിയത്തി ഉണ്ടല്ലോ നന്ദു, അവളും ഉണ്ട്. അവളെ എല്ലാ സ്റ്റേഷനിലും വിട്ട് വിവരങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഗ്രീനെക്കുറിച്ച് സകല ഡീറ്റെയിൽസും അവർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പണി പാളുമല്ലോ അച്ഛാന്ന് പറയാണ്. അപ്പം നാഗേന്ദ്രയും പറയാം, ശരിയാ, നമ്മൾ ആ ചെയ്തതിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയി. മുംബൈയിലെ ഹോട്ടലിലെ CCTV വിഷ്വൽസ് നമുക്ക് കൈക്കലാക്കണമായിരുന്നു, ഒരിക്കലും ആദർശൻ അത് കൊടുക്കരുതായിരുന്നു. അപ്പോൾ ഉടനെ അവന്തികയും പറയാം, ശരിയാച്ചാ, നമുക്കവിടെ പിഴവ് പറ്റിപ്പോയി, നമ്മളത് ഇത്രയൊന്നും ചിന്തിച്ചില്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടിയാൽ നമ്മൾ അതുകൂടി ചെയ്യണമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ അവനെല്ലാം നേടിയതായിട്ട്, എന്താ ഇനി ചെയ്യുക? ഇനിയിപ്പോൾ അവൻ്റെ സത്യാവസ്ഥയെല്ലാം അവൻ പറയും. മൂർത്തീസ് ജ്വല്ലറിയിലും തിരിച്ചു കയറും, മുത്തശ്ശൻ അവനെ വീട്ടിൽ കയറ്റും. അതുപോലെ തന്നെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി അവൻ ആ ഡീല് കൊടുക്കും. അവർ എന്തെങ്കിലും ചതി ഉണ്ടെങ്കിൽ ആ ഡീൽ അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തെളിവ് സഹിതം ചെന്നാൽ മതിയെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഗ്രീനെ അവന് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നറിയില്ല എന്ന് പറയണം. അപ്പം നാഗേന്ദ്ര പറയാ, ശരിയാ, ഗ്രീനെ ഇനി അവന് കിട്ടരുത്, നമുക്ക് ഗ്രീനെ ഒളിപ്പിക്കണം, എങ്ങനെയെങ്കിലും അവളെ അവിടുന്ന് മാറ്റണം. അവളുടെ കൈ കിട്ടിയാലല്ലേ ഉള്ളൂ അവളുടെ മൊഴി എടുക്കുള്ളൂ. ഇതിപ്പം അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് ലേറ്റായി പോയെന്ന് തോന്നുന്നു അച്ഛാ, ഗ്രീനയെ ഇപ്പം തന്നെ അവർ കൈക്കലാക്കി കാണും, എങ്ങനെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവും, അവൾ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും. അതിന് ആ നന്ദു പിടിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നാഗേന്ദ്ര പറയുന്നുണ്ട്, ഇനിയിപ്പം ഗ്രീനെ അവർ പിടിക്കുകയാണെങ്കിൽ തന്നെ വേറൊരു കാര്യമുണ്ട്, അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. ഇപ്പം തന്നെ വലിയൊരു നഷ്ടം മൂർത്തീസ് ജ്വല്ലറിക്ക് ഉണ്ടായിട്ടുണ്ട്, വലിയൊരു അപമാനവും ഉണ്ടായിട്ടുണ്ട്. നമ്മളാണ് ജ്വല്ലറിയുടെ ആളുകളെന്ന് ഒരിക്കലും ആരും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ജ്വല്ലറിയുടെ MD ഇപ്പോഴും ഡേവിഡ് തന്നെയാണ്.
അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിലൊരു കളി കളിക്കാം. ഇപ്പോഴും മൂർത്തി ജ്വല്ലറിക്ക് നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ആവും. നമ്മൾ കളിച്ചതും ഒരു നല്ല കളി തന്നെയല്ലേ മോളെ എന്ന് ചോദിക്കുക. എന്നാലും അച്ഛാ, ആ ആദർശിന് എന്തെങ്കിലും ചെയ്തൊന്ന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ആവില്ലായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അത് പറയുമ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, മോളെ ഇതിപ്പോൾ അവൻ പിടിക്കപ്പെട്ടാലും അവൻ തിരിച്ച് അനന്തപുരിയിൽ കയറിയാലും അവനെ ചതിച്ചു വീഴ്ത്താനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അനന്തപുരിക്കാർക്ക് എന്നേക്കുമായിട്ട് കണ്ണീരുണ്ടാകാനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ടെന്ന് പറയാണ്. അതേസമയം നന്ദുവും ആദർശും ഒക്കെ കൂടി ഗ്രീനയെ പിടിക്കാൻ പോവാണ്. അപ്പോൾ ഗ്രീനയെ കുറിച്ചിട്ട് വിവരം കിട്ടുകയാണ് കേട്ടോ. പാലക്കാട് ശാഖയിൽ എൻ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ നേരെ നന്ദുവും പോലീസുകാരും എൻ ജ്വല്ലറിയിൽ ചെല്ലുകയാണ്. എൻ ജ്വല്ലറി വളയാണ്. അപ്പോഴേക്കും ആദർശും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ നന്ദു അകത്ത് കയറുകയാണ്. ആരാണ് ഗ്രീന എന്ന് ചോദിക്കുക. അപ്പോൾ ഗ്രീനയെ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നാഗേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, അത് ഗ്രീനയെ കാണിച്ചു കൊടുക്കുകയാണ് സ്റ്റാഫ്. അപ്പോൾ പെട്ടെന്ന് ഗ്രീന ഇറങ്ങി ഓടുകയാണ്. ഗ്രീനയ്ക്ക് കാര്യം പിടികിട്ടുകയാണ്. ആദർശും കൂടെയുണ്ട്, അതുപോലെ തന്നെ നന്ദുവും പോലീസുകാരും എല്ലാം ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഗ്രീനയ്ക്ക് കാര്യം പിടികിട്ടുക. ഗ്രീന അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങുമ്പോഴേക്കും നന്ദുവും പോലീസുകാരും കൂടി ഓടിച്ചിട്ട് ഗ്രീനയെ പിടിക്കുകയാണ്. അപ്പോൾ ഗ്രീന കുതറി മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദർശം മുമ്പിലോട്ട് എത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എടി ഗ്രീനെ, നീ എന്നെ ചതിക്കായിരുന്നല്ലേ? ആരായിരുന്നു ഇതിൻ്റെയൊക്കെ പുറകിൽ? എൻ ജ്വല്ലറിക്കാരാണല്ലേ? എൻ ജ്വല്ലറിക്ക് വേണ്ടി നീ എന്നെ ചതിച്ച് അത്രയും വലിയൊരു ഡീല് എനിക്ക് നഷ്ടപ്പെടുത്തുമായിരുന്നല്ലേ? നിനക്കറിയോ മൂർത്തീസ് ജ്വല്ലറിക്ക് എത്ര കോടി രൂപയുടെ നഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടായതെന്ന്? എന്നിട്ടിപ്പോൾ നീ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ? നീ അകത്ത് കിടന്ന് അഴിയണ്ടോന്ന് ആദർശ് പറയുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ശരിയാ, ഇതിൻ്റെയൊക്കെ ശിക്ഷ എന്താണെന്ന് നിനക്കറിയാവോ? ആൾമാറാട്ടവും ചതിയും ഒക്കെ നടത്തി മുന്നോട്ട് പോകാമെന്നാണോ നീ വിചാരിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ഗിരീന പറയാ, ദേവേദ എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് വീട്ടിലേക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്. അമ്മയൊരു രോഗിയാണ്. ഇതൊക്കെ കാരണം പണത്തിന് അത്യാവശ്യം ഉണ്ടായിരുന്നു, അത് സത്യമാണ്. അതിൻ്റെ കൂടെ ഏൻ ജ്വല്ലറിക്കാർ പറയുമ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. എനിക്ക് പണം കൊണ്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാണ്. ഈ ഒരു കാര്യം ചെയ്തത് വഴി എനിക്ക് കുറേ പണം തരാമെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാനത് ചെയ്തു. ചതിയാണ്, വഞ്ചനയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ അവസ്ഥ ആർക്കും അറിയില്ല. വീട്ടിലൊരു നേരം അന്നം കിട്ടിയില്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ളപ്പം എനിക്ക് ചെയ്യേണ്ടി വന്നതാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ശരിക്കും സാറിനെ വഞ്ചിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഗ്രീനയും അങ്ങ് ഭയങ്കരമായിട്ട് സെൻറ്റി അടിച്ച് കരയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിനക്ക് പണത്തിന് വേണമെങ്കിൽ നീ ജോലി ചെയ്തുണ്ടാക്കണം, അല്ലാതെ ഇതുപോലുള്ള ചതിയന്മാർക്ക് നിന്ന് മറ്റുള്ളവരെ ചതിക്കല്ല ചെയ്യേണ്ടത്. നീ ചെയ്ത ചതിയുടെ ഫലം ഞാനല്ലേ അനുഭവിച്ചത്. അതുകൊണ്ട് നീ ഇനി അകത്ത് കിടന്ന് അഴിയണമെന്ന് പറയുമ്പോൾ പറയാണ്, ഞാൻ എവിടെ വേണേലും മാപ്പ് പറയാം, എവിടെ വേണേലും മൊഴി തരാം. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാരെ വിളിച്ച് സത്യാവസ്ഥയെല്ലാം ഞാൻ പറയാം. പക്ഷേ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എന്നെ വെറുതെ വിടണം, ഇനി എന്നെ ജയിലിൽ അടയ്ക്കരുത്. എൻ്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് കിടക്കുന്നതാണ്, ആരും ഒരു തുണയില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ഗ്രീന പറയുക. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ആ ഗ്രീനയുടെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഗ്രീന എല്ലാം ചെയ്തത് തെറ്റായി പോയി എന്നുള്ള വിവരങ്ങളെല്ലാം അതിലൂടെ പറയുകയാണ്. അങ്ങനെ അത് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർക്ക് അയച്ചു കൊടുക്കുകയാണ്. അത് മാത്രമല്ല, പോലീസിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ CCTV വിഷ്വൽസ്, എല്ലാ തെളിവുകളും അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർക്ക് മനസ്സിലാകുകയാണ് കേട്ടോ ആദർശിൻ്റെ നിരപരാധിത്വം, അതുപോലെ എൻ ജ്വല്ലറിക്കാരുടെ ചതിയും മനസ്സിലാകുകയാണ്. അങ്ങനെ ചതിയിലൂടെ എൻ ജ്വല്ലറിക്കാർ ഇതെല്ലാം നേടിയത് കൊണ്ട് തന്നെ അതെല്ലാം തിരിച്ചെടുക്കാനും ആ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി. അങ്ങനെ ആദർശ് തിരിച്ചു വരുമ്പോഴേക്കും ആ ഡീല് സ്വന്തമാക്കിക്കൊണ്ട് സന്തോഷത്തോടെ അനന്തപുരിയിലേക്ക് വരികയും ചെയ്യാണ് കേട്ടോ. അതിനുശേഷം ആദർശിലുള്ള വിശ്വാസം മുത്തച്ഛന് ഇരട്ടിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആദർശിന് ഒരു സംശയം തോന്നുകയാണ്. പല കാര്യങ്ങളിലും മൂർത്തീസ് ജ്വല്ലറിയിലെ പല വിവരങ്ങളും മെയിൻ ജ്വല്ലറിക്കാർ അറിയുന്നുണ്ട്. അതിന് മൂർത്തീസ് ജ്വല്ലറിയിലും അല്ലെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയിലോ അല്ലെങ്കിൽ അനന്തപുരിയിലോ ഉള്ള ആരെങ്കിലും ആയിരിക്കണം ഈ സഹായം ചെയ്തു കൊടുക്കുന്നതെന്ന് ആദർശിന് സംശയം തോന്നുക. അങ്ങനെ ആദർശ് അത് അനിയോട് പറയുന്നുണ്ട്, അനി ഇങ്ങനെ ഒരു ചതി ഇവിടെ മണക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ ജ്വല്ലറിക്കുള്ളിലുള്ള ആരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരോ അവർ ശരിക്കും എൻ ജ്വല്ലറിക്കാരെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ വിവരങ്ങളെല്ലാം എൻ ജ്വല്ലറിക്കാരെ അപ്പാപ്പ അറിയുന്നത്. അതാരാണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം അനിയും പറയുന്നുണ്ട്, ശരി ആദർശേട്ടാ, ആദർശേട്ടന് ഇല്ലാത്ത സമയങ്ങളിൽ ഞാനിവിടെ MD കസേരയിൽ ഇരുന്നപ്പോഴും എനിക്കും അത് തോന്നിയിരുന്നു. പലപ്പോഴും ആരോ ചതിക്കുന്നതായിട്ട്. നമ്മുടെ ഇവിടുത്തെ ഓരോ വിവരങ്ങളും ഓരോ കോൺട്രാക്റ്റുകളെ കുറിച്ചും ഡീലുകളെ കുറിച്ചിട്ടും എഗ്രിമെൻറ്റുകളെ കുറിച്ചിട്ടും ഒക്കെ ഏൻ ജ്വല്ലറിക്കാർ അപ്പാപ്പ അറിയുന്നുണ്ട്. അതിന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ അനി തന്നെ പറയുന്നുണ്ട്, അത് അബിയായിരിക്കും. അബി ആകാനേ സാധ്യതയുള്ളൂ, അവനെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയാണ്, അബിയാകാനുള്ള സാധ്യത കുറവൊന്നുമില്ല, പക്ഷേ അവൻ ഈ സമയത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല. അവനെ പ്രത്യേകിച്ച് ജ്വല്ലറിയിലേക്ക് അടുപ്പിക്കുകയോ ജ്വല്ലറിയിലെ കാര്യങ്ങളൊന്നും അവനെ അറിയിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവനതൊക്കെ ചോർത്തി കൊടുക്കുക? മറ്റാരോ ആണെന്ന് പറയാം.
അപ്പോൾ അനി പറയാ എന്നാൽ നവ്യേച്ചി ആയിരിക്കും. നവ്യെടുത്തി അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എം ജ്വല്ലറിയുടെ മോഡലല്ലേ, 2 വർഷത്തെ എഗ്രിമെൻ്റ് അവരുമായിട്ട് വച്ചിരിക്കുന്നത്. അത് ചേച്ചിക്ക് ഒരു ട്രാപ്പ് തന്നെയാണ്. അതുകൊണ്ട് നവ്യേച്ചിക്ക് ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നവ്യേച്ചി ആവാനും സാധ്യതയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. നവ്യ അവരൊരു ട്രാപ്പിൽ തന്നെ പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ നവ്യയും ആകാനുള്ള സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നവ്യ മോഡലിങ്ങിന് പോകുന്നുണ്ടെങ്കിലും അവരുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ജ്വല്ലറിയിലെ പ്രധാനപ്പെട്ട രേഖകളും കാര്യങ്ങളും ഒന്നും നവ്യ അറിയുന്നില്ല. നവ്യ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. എന്നിട്ട് വേണമല്ലോ അത് ചോർത്തി കൊടുക്കാനായിട്ട്. നവ്യയും അഭിയും ആകാനുള്ള സാധ്യതയില്ല. മറ്റാരിലേക്കെങ്കിലും അനി നീൻ്റെ ബുദ്ധി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട് മറ്റാരാ, അപ്പച്ചിയോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാം, ഓ വീട്, അപ്പച്ചി വീട്ടിൽ കിടന്ന് ഇങ്ങനെ കുശുമ്പ കുഞ്ഞായ്മ ഉണ്ടാക്കുന്നതല്ലാതെ ജ്വല്ലറിയിലെ ഒരു കാര്യങ്ങളെ പറ്റിക്കും അപ്പച്ചിക്ക് ലെവലേശ വിവരമില്ല. അങ്ങനെ ഒരാൾ ജ്വല്ലറിക്കാർക്ക് എല്ലാം ചോർത്തി കൊടുക്കുമെന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല. മറ്റാരെക്കുറിച്ചെങ്കിലും ചിന്തിക്കും, നമ്മുടെ ജ്വല്ലറിക്കകത്തുള്ള ആരെക്കുറിച്ചെങ്കിലും എന്ന് പറയുമ്പം അനി പറയാണ് പിന്നെ പുറത്തുനിന്ന് വന്നതായിട്ടുള്ളത് അവന്തികയാണ്. അപ്പച്ചിയുടെ മോൾ അവന്തിക. അപ്പച്ചിയുടെ സ്വഭാവം അവളുടെ ഉള്ളിലും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ്, പക്ഷേ അവന്തിക അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ലല്ലോ. മുത്തശ്ശൻ്റെ പ്രിയപ്പെട്ടവളല്ലേ, മുത്തശ്ശൻ ഒരാളെ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുകയുള്ളൂ. അവന്തികയെ അങ്ങനെ തന്നെയാണ്. അവന്തിക ജ്വല്ലറിയിലെ കാര്യങ്ങൾ നല്ല മര്യാദയ്ക്ക് തന്നെ നോക്കുന്നുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവന്തികയാകാനുള്ള സാധ്യതയുണ്ടോ അനിയെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട് ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയില്ല. അപ്പച്ചിയുടെയൊക്കെ രക്തമല്ലേ, ആ സ്വഭാവ ഗുണം കാണാതിരിക്കില്ലല്ലോ. അവന്തിക ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത് ആദർശേട്ടാ. എനിക്ക് അവന്തികയുടെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അവൾ ചിരിച്ച മുഖമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവൾ അവളുടെ ഏട്ടനും അമ്മയ്ക്കും ഒക്കെ തന്നെയാണ് സപ്പോർട്ട് എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഇന്നോട്ട് അവന്തിക ഒന്ന് ശ്രദ്ധിക്കണം. അവളാണ് ഈ ചതി ചെയ്യുന്നതെങ്കിലും അവൾക്ക് ജ്വല്ലറിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറി പൂർണ്ണമായിട്ടും തകരും എന്ന് അനിയോട് പറയുക. അങ്ങനെ അവർ അവന്തികയെ ശ്രദ്ധിക്കുമ്പം അവന്തികയ്ക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ തോന്നുകയാണ്. എപ്പോഴും കോൾ ചെയ്യുക, ഓരോ കാര്യങ്ങളും ജ്വല്ലറിയിലെ ചോദിച്ചറിയുക, എപ്പോഴും പുറത്തേക്ക് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം ദേവയാനിക്കും അവന്തികയെ ചില സംശയങ്ങളൊക്കെ തോന്നുക. ദേവയാനിയും ആദർശിനോട് പറയുന്നുണ്ട് മോനെ, ഈ അവന്തികയെ അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൾ ചില രഹസ്യമായിട്ട് മാറി നിന്ന് പല കോളുകളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആരോടാണെന്നറിയില്ല. ബിസിനസ് കാര്യങ്ങൾ തന്നെയാണ് അവൾ പറയുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും കോൾ വന്നതിന് ശേഷം അവൾ പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തോ ഡീലുകളൊക്കെ അവൾ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരിക്കലും അവളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മോനെ. അതുകൊണ്ട് അവളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞാനും അനിയും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയെന്ന് പറയുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തികയെക്കുറിച്ച് നല്ല സംശയം തോന്നിയിട്ട് അനിയോട് ആദർശ് പറയാണ് ഒരു കാര്യം ചെയ്യണം, അവന്തികയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് എടുക്കണം. അവൾ ആരെയാണ് എപ്പോഴും ഫോൺ ചെയ്യുന്നതെന്നും ഏത് ഫോൺ നമ്പറിലേക്കാണ് കൂടുതൽ കോൾ പോകുന്നതെന്നും ഒക്കെയുള്ള വിവരങ്ങൾ നന്ദു വഴി നമുക്ക് കിട്ടാൻ സാധ്യതയില്ലെന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട് തീർച്ചയായിട്ടും നന്ദു വിചാരിച്ചാൽ അത് കിട്ടും. സൈബർ സെല്ലിൽ അന്വേഷിച്ചാൽ ആ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അവൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളും CCTV വിഷ്വൽസും ഒക്കെ കിട്ടുകയാണെങ്കിൽ ആരുടെ അടുത്താണ് അവൾ പോകുന്നതെന്നും ആർക്കാണ് നമ്മുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നതെന്നും ഒക്കെ അറിയാൻ പറ്റും എന്ന് പറയണം. അപ്പോൾ അനി പറയുന്നുണ്ട് ശരിയാ, നമുക്ക് നന്ദുവിനെ തന്നെ സമീപിക്കാമെന്ന് പറയാണ്. അങ്ങനെ അനി നന്ദുവിനോട് പറയുന്നുണ്ട് ആദർശേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, നീ ഈ കാര്യത്തിൽ കൂടി സഹായിക്കണം. ഒരു കാര്യത്തിൽ നീ സഹായിച്ചല്ലോ, അതുവഴി ഗ്രീനയെ കണ്ടെത്താൻ പറ്റി. അതുപോലെ തന്നെ അവന്തികയുടെ കാര്യത്തിൽ ഒരു ചെറിയ സംശയം ഞങ്ങൾക്ക് ഇല്ലാതില്ല. അതും കൂടി തെളിഞ്ഞില്ലെങ്കിൽ മൂർത്തീസ് ജ്വല്ലറി തകർന്നടിയൂന്ന് പറയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് ശരി, അവന്തികയുടെ നമ്പർ വായിച്ച് ട്രേസ് ചെയ്യാം, ആരെയാണ് കൂടുതൽ വിളിക്കുന്നതെന്നും എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്നും ഒക്കെയുള്ള വിവരങ്ങൾ എടുക്കാൻ പറ്റും. അതൊക്കെ എടുത്തിട്ട് ഞാൻ വരാമെന്ന് പറയാം. അങ്ങനെ നന്ദു സൈബർ സെല്ലിൽ ഈ വിവരങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ അവന്തിക ആരെയാണ് വിളിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഡേവിഡിൻ്റെ പേരിലെടുത്ത ജ്വല്ലറിയുടെ ഒരു നമ്പറിലേക്കാണ് അവന്തിക എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സമയം സംസാരിക്കുന്നുണ്ട്, 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ കോള് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ലൊക്കേഷനിൽ പല CCTV വിഷ്വൽസിലും അവന്തിക ഉണ്ട് താനും. അപ്പോൾ ജ്വല്ലറിയിലും അതുപോലെ തന്നെ ഒരു ഹോട്ടലിലും സ്ഥിരമായിട്ട് അവന്തിക പോവുകയും ആ ജ്വല്ലറിയുടെ MD ആയ ഡേവിഡിൻ്റെ പേരിലുള്ള നമ്പറിലേക്ക് സ്ഥിരമായിട്ട് വിളിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ഇവർ. അങ്ങനെ നന്ദു അത് ആദർശിനോടും അനിയോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ തീർച്ചപ്പെടുത്തുവാണ് ഈ അവന്തികയ്ക്ക് എന്താണ് ജ്വല്ലറിയുമായിട്ട് ഇത്ര ബന്ധമുള്ളത്, എന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ടല്ലോ ഇവക്ക് എന്ന് പറയണം. അങ്ങനെ കൈയോടെ പൊക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവന്തിക അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഹോട്ടൽ റൂമിൽ നാഗേന്ദ്രയുണ്ട്. അപ്പം നാഗേന്ദ്രയെ കണ്ട് സംസാരിക്കാനായിട്ട് അവന്തിക അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ജ്വല്ലറിയിൽ നിന്ന് അവന്തിക ഇറങ്ങുന്ന പുറകെ അനിയും അതുപോലെ ആദർശും നന്ദുവും ഇറങ്ങുകയാണ്. അങ്ങനെ അവർ അവന്തികയെ പുറകെ ഫോളോ ചെയ്ത് പോവാണ്.
അപ്പോൾ അവന്തിക ആ ഹോട്ടൽ റൂമിൽ ചെല്ലുകയും ഹോട്ടൽ റൂമിൽ ഡേവിഡും അതുപോലെ തന്നെ നാഗേന്ദ്രയും ഉണ്ട് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രയോട് അവന്തിക സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലുകയാണ് നമ്മുടെ നന്ദുവും ആദർശവും ഒക്കെ കൂടി. അങ്ങനെ ഡോറ് മുട്ടുമ്പോഴേക്കും നാഗേന്ദ്ര വന്ന് ഡോറ് തുറക്കുക. അപ്പോൾ അവിടെ ഡേവിഡും ഉണ്ട് അവന്തികയുണ്ട്. അപ്പോൾ കൈയോട് തന്നെ പൊക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ തമ്മിൽ എന്താണ് റിലേഷൻ? ഡേവിഡിൻ്റെ ഏൻ ജ്വല്ലറിക്കാരാണ് ആദർശേട്ടന് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്ത് ആ ഡീലിൽ നിന്ന് ഒഴിവാക്കിയത്. അങ്ങനെയുള്ള ഒരു ഏൻ ജ്വല്ലറിയുമായിട്ട് എന്താണ് അവന്തികയ്ക്ക് ബന്ധം എന്ന് ചോദിക്കുകയാണ്. ആദർശം ചോദിക്കുന്നുണ്ട്, സത്യം പറഞ്ഞു, നിനക്ക് ഇവരുമായിട്ട് എന്താണ് ബന്ധം? ഇത് നിൻ്റെ അച്ഛൻ നാഗേന്ദ്രയല്ലേ എന്ന് ചോദിക്കുകയാണ് ആദർശ്. അപ്പോൾ മൊത്തത്തിൽ കൈയോടെ എല്ലാം പൊക്കുവാണ്. അപ്പോൾ ഉടനെ തന്നെ ആദർശ് നാഗേന്ദ്രയോട് പറയുന്നുണ്ട്, ഓ അപ്പോൾ താനായിരുന്നു ഇതിൻ്റെ പിന്നിൽ, ഏൻ ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ താനായിരുന്നു അല്ലേ? താനായിരുന്നു അവന്തികയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതും മൂർത്തീസ് ജ്വല്ലറി തകർക്കാൻ ശ്രമിച്ചതും ഒക്കെ. ഡേവിഡിന് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആദ്യം തൊട്ടേ ജ്വല്ലറിയുടെ MD ഡേവിഡ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പം നാഗേന്ദ്രയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അച്ഛനും മോളും കൂടെ ഞങ്ങളുടെ കുടുംബങ്ങൾ തകർക്കാനും അതുപോലെ തന്നെ ജ്വല്ലറി ബിസിനസ്സും ഒക്കെ തകർക്കാനും കച്ച കെട്ടി ഇറങ്ങിയതാണല്ലേ? ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും മുത്തശ്ശൻ്റെ മുമ്പിലെത്തണം, മുത്തശ്ശനോട് കാര്യങ്ങൾ സംസാരിക്കണം. രണ്ടും വണ്ടി കയറാൻ പറയാണ് നന്ദു. രണ്ടുപേരും വരണമെന്ന് പറയാണ്. അങ്ങനെ അവന്തികയും നാഗേന്ദ്രയെയും പിടിച്ച് ജീപ്പിലിട്ട് കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, ഇപ്പം എന്തിനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്? അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ആൾമാറാട്ടത്തിന് കേസുണ്ടെന്ന് പറയാണ്. അതുപോലെ ആദർശേട്ടനെ ചതിച്ച ഇതിലും കേസുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരിൽ സ്റ്റാൻലി മാർട്ടി ജ്വല്ലറിയും ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് നേരെ പോകാം, അവിടെ ചെന്ന് തെളിവെടുപ്പുണ്ടെന്ന് പറഞ്ഞ് മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് കൊണ്ടില്ല. അപ്പോൾ മുത്തശ്ശൻ അവിടെ ഉണ്ട് കേട്ടോ. മുത്തശ്ശൻ ഈ വിവരങ്ങളെല്ലാം വിളിച്ച് നേരത്തെ ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കണ്ടു കഴിയുമ്പോൾ, നാഗേന്ദ്രയെ കണ്ടു കഴിയുമ്പോൾ മുത്തശ്ശൻ ഞെട്ടുകയാണ്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, എടാ ദുഷ്ട, നീ ആയിരുന്നല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ? അന്ന് നിന്നിൽ നിന്ന് ഇതുപോലൊരു ചതി പ്രതീക്ഷിച്ചപ്പോഴാണ് നിന്നെ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചിറക്കിയത്. എന്നിട്ടും പകയടങ്ങാതെ ആ പക നീ മനസ്സിൽ വെച്ച് ഞങ്ങളുടെ കുടുംബം തകർക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലേ? ഒന്നുമില്ലെങ്കിലും നിൻ്റെ ഭാര്യയും മക്കളെയും ഇത്രയും നാളും ജീവിക്കാൻ അനുവദിച്ചത് ഞങ്ങളാണ്. ഞങ്ങളുടെ വീട്ടിൽ അവർ സുരക്ഷിതമായിട്ട് വളർന്നു, സുഖസൗകര്യങ്ങളോട് കൂടി ജീവിച്ചു. എന്നിട്ടിപ്പം നീ ഞങ്ങളോട് പകരം വിട്ടുകയാണല്ലേ? കൂടെ നീ ഉണ്ടായിരുന്നല്ലേടി അവന്തിക എന്ന് ചോദിക്കുകയാണ്. നിനക്ക് ചെറുപ്പം മുതൽ വളർന്ന വീടല്ലേ, എല്ലാ സൗകര്യം തന്ന് വളർത്തിയത് നിന്നെയല്ലേ? ഇവൻ്റെ കൂടെ അന്ന് ഇറങ്ങുമായിരുന്നെങ്കിൽ നീയും നിൻ്റെ അമ്മയൊക്കെ തെരുവിലേക്ക് ഇറങ്ങിയേനെ. അതൊന്നുമില്ലാതെ അനന്തപുരിയിൽ രാജകുമാരിയെ പോലെ വളർന്ന നീ അനന്തപുരിക്കാർക്കെതിരെ തന്നെ കളിക്കുകയാണല്ലേ? രണ്ടും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ അകത്ത് കിടന്ന് അഴിയണം. ഈ മൂർത്തി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട്, മോനെ ആദർശേ, അന്ന് നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. ഇവരുടെ ചതി അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നീ ഇന്ന് ആ സത്യങ്ങളെല്ലാം തെളിയിച്ചു. ആരാണ് നിന്നെ ചതിച്ചതെന്നും അതുപോലെ ആ ഡീല് നമ്മൾ തിരിച്ചെടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലുള്ള കറുത്ത കൈകൾ ആരുടെയാണെന്ന് തെളിയിക്കാനും നിന്നെ കൊണ്ട് പറ്റി. ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് തകർന്ന് തരിപ്പണമായേനെ, ഈ ദുഷ്ടശക്തികളെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ആദർശിനെ ചേർത്ത് നിർത്തുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ. അങ്ങനെ അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.